പലതരം ആയുർവേദ എണ്ണകൾ തലയിൽ തേച്ച് കുളിക്കാനും മുടിയിൽ മസാജ് ചെയ്യാനുമൊക്കെ എല്ലാവരും സമയം കണ്ടെത്തുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഇതെല്ലാം അന്യം നിന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ പ്രശ്നങ്ങളും ദിനംപ്രതി ഏറി വരുന്നു. നിങ്ങളുടെ തലമുടിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആയുർവേദം ശുപാർശ ചെയ്യുന്ന രീതിയിലൊരു ഹെയർ മസാജിംഗ് പിന്തുടർന്നാലോ? ഹെയർ മസാജിനുള്ള ഓയിൽ തയ്യാറാക്കാനായി നിങ്ങൾക്ക് വെളിച്ചെണ്ണ, വേപ്പില, ഉലുവ, ചെമ്പരത്തി പൂക്കൾ, ആശാളി എന്നീ ചേരുവകൾ ആവശ്യമാണ്. ഇതിലെ ചേരുവകൾ നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിലെ പ്രധാന ചേരുവയായ വെളിച്ചെണ്ണ നിങ്ങളുടെ തലമുടിക്ക് ആവശ്യമായ ജലാംശം നൽകിക്കൊണ്ട് പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും വരൾച്ച, താരൻ, അറ്റം പിളരൽ, മുടി പൊട്ടൽ തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തലയോടിയിൽ നിന്ന് നിർജീവമായ ശിരോചർമ്മ കോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. മുടികൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനും തലയോട്ടിയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഉലുവ ഫലപ്രദമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന പ്രോട്ടീൻ, നിക്കോട്ടിനിക് ആസിഡ് എന്നിവയിൽ നിന്നാണ് ഈ ഗുണങ്ങൾ മുടിക്ക് ലഭിക്കുന്നത്. ചെമ്പരത്തി പുഷ്പം പണ്ടു മുതലേ ആയുർവേദത്തിൽ കേശ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ഏറ്റവും മികച്ച ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായി ചെമ്പരത്തി പൂക്കൾ മുടി, ചർമ്മം, നഖങ്ങൾ എന്നിവയെ പരിപോഷിപ്പിക്കുന്ന പ്രോട്ടീനായ കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ്. ചെമ്പരത്തി പുഷ്പം വെളിച്ചെണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നത് രോമകൂപങ്ങളെ പരിപോഷിപ്പിക്കാനും മുടിയെ കൂടുതൽ മൃദുവാക്കി മാറ്റാനും സഹായിക്കും. മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കാൽസ്യം, അയൺ, ഫൈബർ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ എന്നിവ ഒരു ആയുർവേദ ചേരുവ കൂടിയായ ആശാളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആയുർവേദ മസാജ് ഓയിൽ എങ്ങനെ തയ്യാറാക്കാം? ഏറ്റവും ആദ്യം ഒരു പാനിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുക. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ആശാളിയും ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ച് ചെമ്പരത്തി പൂവിതളുകളും കൂടി ചേർത്ത് ഗ്യാസിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാൻ വെക്കാം. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും നൽകിക്കൊണ്ട് ഇതിലെ ചേരുവകളിലെ ഗുണങ്ങൾ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക. അതിനുശേഷം ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം. കുറച്ചധികം നാൾ ഇത് കേടുകൂടാതെ ഇരുന്നുകൊള്ളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.